സ്വാമി ശരണം. ഞാൻ കുളത്തുപുഴ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറിയാണ്. എന്നോടൊപ്പം ഉള്ളത് ലക്ഷ്മി NR, നമ്മുടെ ക്ഷേത്ര ഉപദേശ സമിതിയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ ഗോപുരനടയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ വരാൻ പോകുന്ന 1-2 ചടങ്ങുകളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുക, ഭക്തജനങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ദൗത്യമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ ഉത്സവം, അതായത് നമ്മുടെ ആണ്ടുതോറും നടത്തി വരുന്ന സപ്താഹവും ശ്രീമദ് സപ്താഹവും അതിനോടനുബന്ധിച്ചുള്ള ഉത്സവവും നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ 6 മുതൽ 19 വരെയാണ് നടത്തിയത്. അപ്പോൾ നമ്മുടെ സാധാരണ ചടങ്ങുകൾ പ്രകാരം അവസാന ഉത്സവം, അതായത് ഈ വർഷത്തെ 19-ാം തീയതിയത്തെ ഏപ്രിൽ 19-ാം തീയതിയത്തെ ഉത്സവം എന്ന് പറയുന്നത് വലിയ വീട്ടിൽ കാവിൽ പൂജ, അന്നദാനം, വൈകുന്നേരത്തെ ആശുകൊട്ട് ഇതായിരുന്നു നടക്കേണ്ടിയിരുന്നു. ദൗർഭാഗ്യവശാൽ ആ ചടങ്ങ് നമുക്ക് നടത്താൻ പറ്റിയില്ല. അതിന് കാരണമുണ്ട്. നമ്മുടെ പരിശ്രമ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രമാണിതിനുള്ളത്. ആ ക്ഷേത്രം ഒരു കാലത്ത് പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിലൂടെയൊക്കെ നശിക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം കോക്കുളത്ത് തിരുമേനിമാർ ദേശാടനം തീർത്ഥയാത്രയായി വരുന്ന സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ കാണുകയും കൊട്ടാരക്കര തമ്പുരാനെ വിവരം അറിയിക്കുകയും അദ്ദേഹം ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുകയും അതിനായി വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും ഒരുക്കുകയും ചെയ്തു. അന്നു മുതൽ ആ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിൽ ഊരാളന്മാരായി സ്ഥാനം ചാർത്തപ്പെട്ട കുടുംബമാണ് വലിയ വീട്ടിൽ കാവിൽ കുടുംബം, വലിയ വീട്ടിൽ കുടുംബം. അങ്ങനെ കാലം കഴിഞ്ഞ് ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലായെങ്കിലും ചരിത്രപരമായ പ്രാധാന്യം കൊണ്ട് ആ സ്ഥാനം, ആ ഊരാൺമ സ്ഥാനം ഈ കുടുംബത്തിന് ഇപ്പോഴുമുണ്ട്. അങ്ങനെ ആ കുടുംബത്തിൻ്റെ കാരണവരായിരുന്ന ഭാസ്കരപിള്ള മാമൻ കഴിഞ്ഞ ഏപ്രിൽ 15-ാം തീയതി വിഷ്ണുപദം പോവുകയുണ്ടായി. അതാണ് മെയിൻ കാരണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ആണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇനിയുള്ള കാലങ്ങളിൽ ആ സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് പുല നിലനിൽക്കുന്നു. അതുകൊണ്ട് പൂജനീയ തന്ത്രി അദ്ദേഹം ഈ ചടങ്ങ് നമുക്ക് മറ്റൊരു ദിവസം നടത്താം, പുല ഒഴിഞ്ഞതിന് ശേഷം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മാറ്റിവെക്കുകയുണ്ടായി. അങ്ങനെ 41 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ബഹുമാനപ്പെട്ട തന്ത്രി നമ്മളെ അറിയിച്ചു. അതാണ് 12-ാം തീയതി, അതായത് മറ്റന്നാൾ 12-ാം തീയതി, അതായത് വെള്ളിയാഴ്ച ദിവസം. അന്ന് നമ്മൾ വലിയ വീട്ടിൽ കാവിൽ പൂജ നടത്തുന്നു. ഉച്ചയ്ക്ക് അന്നദാനം, വൈകുന്നേരം ആശുകൊട്ട് മുതലായ ചടങ്ങുകളാണ്. ഈ പരിപാടി അന്ന് നമുക്ക് ഭഗവാന് സമർപ്പിച്ചിരുന്ന, അതായത് വിശേഷാൽ പൂജകളും ആശുകൊട്ടുമൊക്കെ അന്നദാനം ഉൾപ്പെടെ നമുക്ക് സമർപ്പിച്ചിരുന്ന കുടുംബം എന്ന് പറയുന്നത് മുല്ലശ്ശേരി കിഴക്കേമഠം കണ്ടിയൂർ മാവേലിക്കര എന്ന കുടുംബമാണ്. അത് എല്ലാ വർഷവും അവർ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ സമർപ്പണം ചെയ്തിരുന്നു. അപ്പോൾ അത് അന്ന് നടക്കാത്തത് കൊണ്ട് മറ്റന്നാളത്തെ ഈ ചടങ്ങുകളുടെ എല്ലാം സമർപ്പണം ആ കുടുംബത്തിനാണ്. അന്നദാനം ഉൾപ്പെടെയുള്ള ചടങ്ങ്, അതായത് വിശേഷാൽ പൂജ ഉൾപ്പെടെ. അപ്പോൾ എല്ലാവരും, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കും ക്ഷേത്രത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വികസനങ്ങൾക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്ന അതാത് സമയങ്ങളിൽ നടക്കുന്ന ചടങ്ങുകൾ, ഉത്സവങ്ങൾ, അതുപോലെ തന്നെ സപ്താഹം, ഇതിലെല്ലാം സംബന്ധിച്ചവരൊക്കെ ഈ ആശുകൊട്ടിന് സംബന്ധിക്കണമെന്നാണ് പഴയ കാലം മുതൽ നടന്നു വരുന്ന ഒരു ആചാരം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും, ഇത് നമ്മൾ സാധാരണ ദിവസം അല്ലാത്തത് കൊണ്ടാണ് എല്ലാവരെയും അറിയിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത ഏത് തരത്തിലായാലും കായികമായിട്ട്, സാമ്പത്തികമായിട്ട്, ഭൗതികപരമായിട്ട്, ഉപദേശങ്ങളാലും നിർദ്ദേശങ്ങളാലൊക്കെ നമുക്ക് സഹായം ചെയ്ത് എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം വരാൻ പോകുന്ന മറ്റൊരു ചടങ്ങാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ, അതായത് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ തന്നെ അധീനതയിലുള്ള നമ്മുടെ വിഷ്ണു നട. ആ വിഷ്ണു നടയിലെ നമ്മുടെ വാർഷികം, അത് മിഥുനമാസം പുണർദം നാളിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് ഈ മലയാള മാസം 2 പുണർദം വരുന്നത് കൊണ്ട് 17-ാം തീയതി ഒരു പുണർദം, അതായത് ഈ വരുന്ന ജൂൺ 17 ഒരു പുണർദമാണ്. പിന്നെ ജൂലൈ 14 അടുത്ത പുണർദം. അപ്പോൾ അതുകൊണ്ട് 2ാമത്തേതാണ് നടത്തേണ്ടത് എന്ന് തന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജൂലൈ 14-ാം തീയതിയാണ് പുണർദം നക്ഷത്രത്തിൽ ഈ വിഷ്ണു നടയിലെ
പ്രതിഷ്ഠാവാർഷികം, അതായത് കലശം ഉൾപ്പെടെയുള്ള ചടങ്ങുകളോടുകൂടി നടത്തപ്പെടുന്ന പ്രതിഷ്ഠാവാർഷികവും നടക്കുന്നതാണ്. ആ ചടങ്ങിലും എല്ലാ ഭക്തജനങ്ങളും നാട്ടുകാരും ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന എല്ലാ നല്ലവരായ ആൾക്കാരുടെയും സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.